ശംശായിരിക്കട്ടെ. നമ്മൾ ഈ പരമ്പരയുടെ 6ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചത് മരിയ വാൽത്തോർത്തായുടെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ അവൾ ഒരു കലാകാരിയും എഴുത്തുകാരിയും അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരി തന്നെയായിരുന്നു. എന്നാൽ അവൾ ആർക്കു വേണ്ടി അവളുടെ ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിച്ചോ, അവന് ആ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ സ്വതസിദ്ധമായിട്ടുള്ള വാസനകൾ, കലാകാരിയായിട്ടും എഴുത്തുകാരിയുമായിട്ടുള്ള വാസനകൾ പോലും അതിസ്വാഭാവിക തലത്തിലേക്ക് ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. 1942 അവളുടെ ആത്മീയ ഗുരു അവളോട് തൻ്റെ ജീവചരിത്രം എഴുതുവാൻ ആവശ്യപ്പെട്ടു. അവളത് നന്മയും തിന്മയും എല്ലാം വിശുദ്ധ അഗസ്തീനോസ് കുമ്പസാരം എന്നുള്ള ആത്മചരിത്രം എഴുതിയതുപോലെ അവൾ മൊത്തം 1 മാസം കൊണ്ട് എഴുതി തീർത്തു. അതെഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സിദ്ധികൾ അതിസ്വാഭാവിക തലത്തിൽ, അതിനെ അവൾ ഭാഷണങ്ങളെന്ന് പറഞ്ഞ് തുടങ്ങി. അതവൾക്ക് ലഭിച്ചത് 1943 ദുഃഖവെള്ളിയാഴ്ച ദിവസം ഏപ്രിൽ 23-നാണ്. ആ ഭാഷണങ്ങളെല്ലാം അവളുടെ തുടക്കം മാത്രമായിരുന്നു. അത് കഴിഞ്ഞാണ് 1943 മുതൽ 47 വരെ നമുക്ക് അതിശക്തമായ ദൈവിക ദർശനങ്ങളും ആ ബൈബിളിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളുമെല്ലാം അതിസ്വാഭാവിക തലത്തിൽ അവൾ അതിനെക്കുറിച്ച് പറയുന്നത്, അവൾക്ക് കിട്ടിയതിനെക്കുറിച്ചൊന്നും അവൾക്ക് മാനുഷികമായ ഒരു ജ്ഞാനവും ഒരു ഉറവിടവും ഇല്ലായിരുന്നു. പക്ഷേ അത് അതിസ്വാഭാവിക തലത്തിൽ അവളെ തന്നെ പിടിച്ചു കുലുക്കുന്ന അനുഭവങ്ങളായിരുന്നു. അങ്ങനെ 700ഓളം ദർശനങ്ങൾ, നീണ്ടു നിൽക്കുന്ന ദർശനങ്ങൾ അവൾക്ക് ദൈവം സമ്മാനിച്ചു. ഇത് 15,000 പേജോളം നീണ്ടു നിൽക്കുന്ന ദർശനങ്ങളുടെ ആ കൂട്ടായ്മയായിരുന്നു. അതിൽ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നത് തന്നെ 10,000ഓളം പേജുകൾ നീണ്ടു നിൽക്കുന്നു. അവൾ അതിൽ കൂടിയെല്ലാം ധാരാളം ആത്മാക്കളെ ഈശോയിലേക്ക് ആകർഷിക്കുകയായിരുന്നു, അതിശക്തമായി ആകർഷിക്കുകയായിരുന്നു. അവിടെ ജീവചരിത്രത്തിൽ പറയുന്ന അവിടെ മരണം പോലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു അതിസുന്ദരമായ കടന്നുപോക്കലായിരുന്നു. ഇതിനിടയിൽ അവിടെ പിതാവും മാതാവും മരിച്ചു. അവളോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കൊച്ചുകുട്ടി തൊട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ അവൾ കാണുന്നത് അമ്മ വന്ന് അവൾക്ക് മുത്തം നൽകി അവളെ തലോടുന്ന, സ്നേഹിക്കുന്നത്. ഇതുപോലുള്ള ഒരു അനുഭവമായിരുന്നു അവളുടെ മരണത്തിൻ്റെ കടന്നുപോക്കലും. അവൾ വളരെ സാവധാനം ദൈവത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ അവൾക്ക് 1956 തൻ്റെ ബുദ്ധിയും ഓർമ്മയും ചിന്തയും എല്ലാം അവൾ പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വതസിദ്ധമായിട്ടുള്ള ഫലിതങ്ങളും നർമ്മബോധങ്ങളുമെല്ലാം വേണ്ടടത്തും വേണ്ടാത്തിടത്തും അവൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആയി തുടങ്ങി. ഈ സമയത്തെല്ലാം അവളെ സഹായിച്ചത് മാർത്ത എന്നൊരു വനിതയാണ്. അവൾ വാൽത്തോർത്തായെ തൻ്റെ എഴുത്തും അത് കേൾക്കലും എല്ലാം വളരെയധികം സഹായിച്ചിരുന്നു. ഈ സഹായം അവൾക്ക് ദൈവാനുഭവത്തിൻ്റെ ഒരു സഹായം തന്നെയായിരുന്നു. അവൾ അവളുടെ മരണത്തിനു വേണ്ടി കുറിപ്പുകളും എല്ലാം അവൾ തയ്യാറാക്കി വച്ചിരിക്കുന്നു.
സഹനം, എൻ്റെ സഹനം കഴിഞ്ഞു, ഇനിയുള്ളത് സ്നേഹാനുഭവം, നീണ്ടു നിൽക്കുന്ന സ്നേഹാനുഭവം. അതാണ് അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവൾ എഴുതി തയ്യാറാക്കി വെച്ചത്. അതുപോലെ അവൾക്ക് ധരിക്കേണ്ട ഉടുപ്പുകളും ആ മാമോദിസായിലുണ്ടായിരുന്ന നെറ്റ് പോലും അവൾ വളരെ നേരത്തെ തന്നെ എല്ലാം ആക്കിയിരുന്നു. ഇതാണ് വലിയൊരു മിസ്റ്റിക്കായിട്ടുള്ള കലാകാരിയെ പൂർണ്ണമായിട്ട് അവൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർത്തുന്ന തലങ്ങൾ നമുക്ക് ആ മിസ്റ്റിക്കിൽ കൂടി കിട്ടിയ വലിയ അനുഗ്രഹമായ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക്, അത് വിവേചനം ഉള്ളവർക്ക് മാത്രം കൂടുതലായി അറിയാൻ ആ വിവേചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നുള്ള ബുക്ക് ആദ്യം കൊടുത്തത് കൊച്ചു ജോണിന് കർത്താവ് ഈശോ മിശിഹാ വെളിപ്പെടുത്തി കൊടുത്ത സുവിശേഷമെന്നായിരുന്നു. അതിനുശേഷം അതിനെ ചുരുക്കി ഈശോ മിശിഹായുടെ കവിത എന്നാക്കി. അതിനുശേഷം ആണ് ഇപ്പോഴുള്ള ഈ പേര് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പേര് സ്വീകരിച്ചത്. നമുക്ക് ആ മിസ്റ്റിക്കിനോട് ഒത്തിരി കടപ്പെട്ട ഒരനുഭവം തോന്നാം. പല വായനക്കാരും അതിനെക്കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ്, പച്ചയായ ഈശോയെ, ആഴത്തിലുള്ള അനുഭവം. അവിടെ ഓരോ വിശദീകരണത്തിലും 10 പേരുള്ള ഒരു സംഭവമാണെങ്കിലും 10 പേരുടെയും മനോഭാവം അവൾ ഒപ്പിയെടുക്കുന്നത് പോലെ ഉള്ള ഒരു ആവിഷ്കരണമായിരുന്നു അവിടെ ശൈലി. ഈ 16 വോളിയമും നമുക്ക് ആഴത്തിലുള്ള അനുഭവങ്ങൾ തരുന്ന ആ മരിയ വാൾത്തോർത്ത 1961 ഒക്ടോബർ മാസം 12-ാം തീയതി കടന്നുപോയി. അവൾ പറഞ്ഞതുപോലെ എൻ്റെ സഹനം കഴിഞ്ഞു, സ്നേഹം എന്നും നീണ്ടു നിൽക്കുന്നു. ആ അനുഭവത്തിൽ നമുക്കും ആഴപ്പെടാൻ ശ്രമിക്കാം.